Hello everyone, wishing you all a happy new year. ഈ വർഷം എല്ലാവർക്കും നന്മ നിറഞ്ഞതാവട്ടെ. ഇനി നമ്മളുടെ കറി ആൻഡ് സ്പൈസസിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ വർഷം ഞാൻ കുറച്ചൊരു ഹെൽത്ത് ഓറിയൻറ്റഡ്, അപ്പം ഇത്രയും നാൾ ഹെൽത്ത് ഓറിയൻറ്റഡ് അല്ല എന്നല്ല, എന്നാലും കുറച്ചുകൂടെ ഇപ്പം ഡയബറ്റിക് പേഷ്യൻസ് ഉണ്ട്, അതേപോലെ തന്നെ ഹാർട്ട് പ്രോബ്ലം ഉള്ളവർ, പിന്നെ നമ്മളുടെ കുഞ്ഞുങ്ങൾ, ബേബി ഫുഡ്, അതെല്ലാം കുറച്ചൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നോർമൽ ഫുഡിൻ്റെ കൂടെ തന്നെ ഇതും കൂടെ, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു കാര്യം കൂടെ ഉള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ സ്പെഷ്യാലിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഇമെയിലിലേക്കോ അല്ലെങ്കിൽ വാട്സപ്പ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട് എൻ്റെ ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറും. നിങ്ങളുടെ സ്പെഷ്യാലിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അയക്കാം. അതിൻ്റെ കൂടെ ഒരു ഫോട്ടോയും കൂടെ വെച്ചാൽ അത് വളരെ ഉപകാരമായിരിക്കും. ഇനിയും ഇന്നത്തെ സ്പെഷ്യാലിറ്റി പറയുകയാണെങ്കിൽ, നിങ്ങൾ കണ്ടു ബാംബൂ റൈസ് വെച്ചിട്ടൊരു പായസമാണ്. അപ്പം ബാംബൂ റൈസ് നമ്മൾക്ക് പ്രോട്ടീനും ഒരുപാട് ഫൈബർ കണ്ടന്റ് ഉള്ളതാണ്, അതേപോലെ വൈറ്റമിൻസ് ഒരുപാടുള്ളതാണ്. അപ്പം പായസം മാത്രമല്ല, അതുകൊണ്ട് ഇപ്പം ഡയബറ്റിക്കും ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഉപ്മാവ് അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇത് ശരിക്കും ഒരു ഗോതമ്പിൻ്റെ, നമ്മുടെ ഗോതമ്പ് കഴിക്കുന്ന ഒരു ഫ്ലേവറാണ് ഈ ബാംബൂ റൈസിനുള്ളത്. ഇന്നിപ്പം ന്യൂ ഇയർ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചിട്ട് സ്വീറ്റിൽ തുടങ്ങാമെന്ന് വെച്ചിട്ടാണ് ഞാൻ പായസം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. എങ്ങനെയാണ് നമ്മളുടെ ബാംബൂ റൈസ് പായസം എന്നൊന്ന് നോക്കാം. ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മുളയരി, ബാംബൂ റൈസ്. ഇത് ഞാനൊരു 200 ml ഗ്ലാസിൻ്റെ മെഷർമെൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും കിട്ടും, ഇതേപോലെ ഇരിക്കും മുളയരി കാണാൻ. ഇത് നമ്മളൊരു 2 to 3 hours മിനിമം ഒന്ന് സോക്ക് ചെയ്തിട്ടിട്ട് വേവിച്ചെടുക്കണം. ഞാനിതിപ്പം ഇതേപോലെ കുക്കറിലൊരു 3-4 വിസിൽ കേൾപ്പിച്ച് ഒന്ന് വേവിച്ചതാണ്. അത് വെന്ത് കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ ഒരു ഡബിൾ സൈസ് പോലെ ആവും. ഇത് ഏകദേശം നമ്മളുടെ ഗോതമ്പിൻ്റെ ഒരു ഫ്ലേവറാണ് വരുന്നത്. മുളയരി 200 ml ഗ്ലാസിൻ്റെ 1 കപ്പ്, പിന്നെ ശർക്കര 1/2 കിലോ. ഇത് ഞാനൊന്ന് പാനീയാക്കിയതാണ്. ഞാൻ ഗോതമ്പ് പായസത്തിലൊക്കെ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് പാനീയാക്കുക എന്ന്. ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ ശർക്കര ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് അതൊന്ന് പാനീയാക്കുക. പിന്നെ തേങ്ങാപ്പാൽ, അത് തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ, അത് നമ്മൾ 1-ാം പാല് ഒരു 300 ml. പിന്നെ തിന്നായിട്ടുള്ള 2-ാം പാലാണെങ്കിൽ ഒരു 600 ml. അപ്പം 300 ml 1-ാം പാലും വേണം, അത് തിക്കായിട്ടുള്ളത്. അപ്പം കോക്കനട്ട് മിൽക്ക് പൗഡറാണ് എടുക്കുന്നതെങ്കിൽ അത് തിക്ക്, അതാണ് ഞാൻ തിക്കും തിന്നെന്ന് പറയുന്നത്. 2-ാം പാല് ഒരു 600 ml. ഇപ്പോൾ ടോട്ടൽ ഒരു 900 ml തേങ്ങാപ്പാൽ വേണം. പിന്നെ ഏലക്കാപ്പൊടി 1 ടേബിൾ സ്പൂൺ, ചുക്കുപൊടി, അത് ഡ്രൈ ജിഞ്ചർ പൗഡർ, ചുക്കുപൊടി 1 ടീസ്പൂൺ, തേങ്ങാക്കൊത്ത് ആവശ്യത്തിന്. ഞാനിപ്പം ഒരു 2 ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ക്വാണ്ടിറ്റി എടുക്കാം. പിന്നെ കാഷ്നട്ട് അല്ലെങ്കിൽ ബദാം, പിസ്റ്റ വേണമെങ്കിൽ പിസ്റ്റ എടുക്കുക. അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ, എന്താണ് ഫ്രൈ ചെയ്ത് ഇടാൻ ഇഷ്ടമുള്ള വെച്ചാൽ അത് എടുക്കുക. പിന്നെ റേസിൻസും അതേപോലെ തന്നെ. ഇതെല്ലാം കൂടെ 1-2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നെയ്യ് ഒരു 5-6 ടേബിൾ സ്പൂൺ. ഇത് ഓപ്ഷനിലാണ്. കണ്ടൻസ് മിൽക്ക് ഒരു 90 grams, കുറച്ച് മതി, ഒരു 3-4 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക്. അത് ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ. കാരണം ഗോതമ്പ് പായസത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മളുടെ ശർക്കര പായസത്തിൽ തേങ്ങാപ്പാലിൻ്റെ കൂടെ തന്നെ കണ്ടൻസ് മിൽക്ക് കുറച്ച് ചേർത്ത്, അധികം ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് അങ്ങോട്ട് മാറും. കുറച്ച് ഒരു 90 grams ചേർത്ത് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ വരും. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം ഈ അരി ഒന്ന് ഇട്ട് കൊടുക്കുക. അരിയിലേക്ക് ശർക്കര പാനീയാക്കിയതിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കുക. ഇനിയും ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ അരിയിലേക്ക് ഈ ശർക്കരയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കണം. അപ്പം ഫസ്റ്റ് ഒന്ന് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടാം. അത് കഴിഞ്ഞ് ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് വഴറ്റിയെടുക്കുക. ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പം നമുക്ക് കുറച്ച് നെയ്യ്, ഈ വഴറ്റുമ്പോൾ കുറച്ച് നെയ്യ് ഇട്ടിട്ട് വേണം വഴറ്റി കൊടുക്കാൻ. ഒരു 10 മിനിറ്റ് ഇപ്പോൾ ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഏലക്കാപ്പൊടി കുറച്ച് നമ്മൾ ഈ വഴറ്റണ കൂട്ടത്തിൽ നെയ്യും ഏലക്കാപ്പൊടിയും കൂടെ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി.
ഇപ്പോൾ ഒരു 15-20 മിനിറ്റായിട്ട് ഞാനത് നന്നായിട്ട് വഴട്ടുമായിരുന്നു. അപ്പം ശർക്കരയൊക്കെ ഈ അരിയിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ രണ്ടാം പാൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷവും ഒരു 5 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് ഇനിയും ഏലക്കയുടെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കുക. ഏലക്ക ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റോളം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തു. ഇനി ഇതിലേക്ക് ചുക്കുപൊടി ചേർത്ത് കൊടുക്കുക. ചുക്കുപൊടിക്ക് പകരം നിങ്ങൾക്ക് ജീരകപ്പൊടി വേണമെങ്കിലും ഇടാം. ഞാൻ പക്ഷേ നോർമലി ജീരകപ്പൊടി പായസത്തിൽ ഇടാറില്ല. ചില നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ചുക്കുപൊടിക്ക് പകരം ജീരകപ്പൊടിയാണ് ഇടാറുള്ളത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. അപ്പം ഒന്നാം പാല് ചേർത്താൽ പിന്നെ തിളപ്പിക്കാൻ പാടില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനിയും ലാസ്റ്റ് നമ്മളുടെ കണ്ടൻസ് മിൽക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാലും കണ്ടൻസ് മിൽക്കൊക്കെ ഒഴിച്ചിട്ട് പിന്നെ തിളപ്പിക്കണ്ട. ഇനി നമ്മളുടെ പായസത്തിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എത്തി. എല്ലാം റൈസിൻസും കാഷ്നട്ട് പിന്നെ തേങ്ങാക്കൊത്ത് ഇതെല്ലാം ഒന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിടാം. അങ്ങനെ നമ്മളുടെ മുളയരി പായസം ഇവിടെ റെഡി.